ഹലോ എവ്രി വൺ, ഡോക്ടർ അരവിന്ദ് നന്ദികിഷോർ ഹിയർ. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ട്രേഡിംഗ് ടൂളിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത്. അതിന് നല്ല റിസപ്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ ആയിട്ട് ആളുകൾ ചോദിക്കുകയുണ്ടായി, എങ്ങനെ ഇത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാം, ലൈവായിട്ട് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസ് എംപ്ലോയ് ചെയ്യാം, ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് എങ്ങനെ നല്ല ട്രേഡുകൾ എടുക്കാം എന്നുള്ളത് പറയുന്ന ഒരു ഫ്രഷ് വീഡിയോ ആണിത്. So once again, welcome everyone to another fine video by Finance with AB. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ടൂളിലേക്ക് പോവാം. So we go to 915trade.com. Yes, we are in the website. And നമ്മളിവിടെ 12th May ആണ് ഡേറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഓരോ ദിവസത്തെ എക്സാമ്പിൾസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമുക്കൊരു സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സോ മെയ്യിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ലൈറ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. നോട്ട് ദി മോസ്റ്റ് ട്രെൻഡിങ് ഡേ, അതും കൂടെ പറയണം. 12 മെയ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ മുകളിൽ കാണാം. സോ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ട്രെൻഡ് ലൈൻ, വോളിയം ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ എങ്ങനെ നമുക്ക് നല്ല ട്രേഡുകൾ ഉപയോഗിക്കാൻ എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ട്രെൻഡ് ലൈൻ്റെ ചാർട്ട് കാണുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്, ടോപ്പ് റൈറ്റിലാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഫ്റ്റി ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ നമുക്ക് 12-ാം തീയതി രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഏകദേശം നമുക്കിവിടെ ക്യാൻഡിൽസ് കാണാം. ഓക്കെ, ഇത് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ചെക്ക് ദ ക്യാൻഡിൽസ്. ഓക്കെ, അപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം 24,420 റേഞ്ചിലാണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയുണ്ടായി. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ട്രെൻഡ് ലൈൻ, ടോപ്പ് റൈറ്റിലുള്ള ട്രെൻഡ് ലൈൻ മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ആൽഫ ആർക്ക് ഇപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ലൈൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ മുകളിലേക്ക് പോകുമ്പോൾ എന്താ, കൂടുതൽ വോളിയം വരിക എന്നുള്ളതല്ലേ. അപ്പോൾ കൂടുതൽ വോളിയം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ 0-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബയേഴ്സ് ആർ ഡൊമിനേറ്റിംഗ് ദ സെല്ലേഴ്സ്. ബയേഴ്സ് ആണ് കൂടുതലുള്ളത്, സെല്ലേഴ്സ് കുറവാണ്. സെല്ലേഴ്സിനെക്കാട്ടിലും കൂടുതൽ ബയേഴ്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രെൻഡ് ലൈൻ, വോളിയം ട്രെൻഡ് ലൈൻ മുകളിലേക്ക് പോകുന്നത്. ആൻഡ് നോക്കൂ നിഫ്റ്റി എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കൂ. നിഫ്റ്റി ബിഹേവ് ചെയ്യുന്നത് മുകളിലേക്ക് തന്നെയാണ്. ഓക്കെ, സോ 9:15 നമുക്ക് ഈ ഡേറ്റ കിട്ടുന്നു. ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ ലൈവായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 9:15 ശേഷം ഫസ്റ്റ് ക്യാൻഡിൽ, ഓരോ മിനിറ്റ് ക്യാൻഡിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ടിൽ 9:35 വരെ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി പ്രിഡോമിനൻ്റ്ലി ഒരു ഗ്രീനിഷ് ആയിട്ടാണ് നിന്നത്. ആൻഡ് 9:35 ശേഷം ഒരു 2-3 5 മിനിറ്റ് ക്യാൻഡിൽസ്, മേ ബി ഒരു 2 to 3 5 മിനിറ്റ്സ് ക്യാൻഡിൽസ് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം അറൗണ്ട് 9:50 വീണ്ടും മാർക്കറ്റ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് പോസിബിൾ ആണോ നോക്കാം. അപ്പോൾ നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ ഞാൻ ആ സമയത്തെ വോളിയം ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ ടൈം എപ്പോഴാണ്? 9:15, 9:51. ഓക്കെ, സോ 9:51 വോളിയം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെയാണ് 9:50, 9:51 ഈ വോളിയം ട്രെൻഡ് ലൈൻ അതുവരെ ഉണ്ടാക്കിയ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് 9:51 വോളിയം. അത് 3.4 മില്യൺ ആണ് ട്രെൻഡ് ലൈൻ. അതുവരെ ഉണ്ടായിരുന്ന ഹൈ എത്രയാണ്? 3 മില്യൺ. തൊട്ട് മുന്നേയും 3 മില്യൺ ഉണ്ടായിരുന്നു. സോ 9:51 ആയപ്പോഴത്തേക്കും വോളിയം 3.4 മില്യൺ ആയി. അപ്പോൾ വോളിയവും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, മുന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയും ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ഈസ് ഗോയിങ് അപ്പ് വിത്ത് ഇൻക്രീസിങ് വോളിയം അല്ലേ. അപ്പോൾ എന്താണ്, ബയേഴ്സ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാന്നല്ലേ. 9:51 നമുക്കൊരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 9:51 നിഫ്റ്റി ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഏകദേശം 24,640 പോട്ടെ, 650 എന്ന് നിങ്ങൾ വെച്ചോ. ഓക്കെ, ആൻഡ് നിഫ്റ്റി ഏതുവരെ റാലി ചെയ്തു? 9:59, 8 മിനിറ്റ് കൊണ്ട്, വെറും 8 മിനിറ്റ് കൊണ്ട് നിഫ്റ്റി റാലി ചെയ്തത് ഹയസ്റ്റ് പോയിന്റ് 24,737. സോ 650 മുതൽ 737 വരെയാണ്. വേണ്ട, നിങ്ങൾ ഹയസ്റ്റ് പോയിന്റ് വരെ റാലി ചെയ്യണ്ട. നിങ്ങൾ 24,650 നിന്ന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ലേ? അതായത് വോളിയം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, അതുകൊണ്ട് മാർക്കറ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്യാനാണ് സാധ്യത. 24,650 to 24,700, കാരണം 700 ഒരു റെസിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് അല്ലാതെ തോന്നിയെന്നിരിക്കട്ടെ. അപ്പോൾ 24,700 വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റാലി കിട്ടുമായിരുന്നു. അതാണ് വോളിയമിൻ്റെ പവർ. ഓക്കെ, സോ ബയേഴ്സ് വെൻ ദേ ട്രൈ ടു ഡൊമിനേറ്റ് ദ സെല്ലേഴ്സ്, മാർക്കറ്റ് മുകളിലേക്കും. വെൻ സെല്ലേഴ്സ് ബയേഴ്സിനെ ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്കും പോകണം. എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലേ. അപ്പോൾ അതിലാര് ജയിക്കുന്നു ആ ഡയറക്ഷനിൽ മാർക്കറ്റ് പോകും. റൈറ്റ്, അപ്പോൾ ആ വോളിയം ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ഡൊമിനേറ്റ് ചെയ്യുന്നത് ലൈവായിട്ട് കാണാനുള്ള ഒരു ടൂളാണ്. ഓക്കെ, സോ അതാണ് 12th മെയ്യുടെ കാര്യം. ആൻഡ് ഞാൻ വേറൊരു ദിവസത്തെ ഒരു ട്രേഡ് കാണിക്കാം. ദാറ്റ് ഈസ് ഫോർ ഇത് 12th മെയ് ആണ്. ആൻഡ്
Yes, 31st July. Before 31st July, let me go to യെസ്. ഇനി നമ്മൾ നോക്കുന്നത് 16 ജൂൺ മാസത്തിലെ ഒരു ഡേ ആണ് നോക്കുന്നത്. സോ ജൂൺ മാസത്തിൽ 16-ാം തീയതി ഒരു ഡേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഹൗ ദ ചാർട്ട് വാസ് ലുക്കിംഗ്. ഓക്കെ, സോ ഇത് എൻറ്റയർ ഡേയുടെ ചാർട്ട് നമുക്ക് ആദ്യം കാണാം. ഓക്കെ, സോ എൻറ്റയർ ഡേ ഇതാണ് വോളിയം ആൻഡ് ഇതാണ് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് വേസ് ആയിട്ടുള്ള സ്പോട്ട് ക്യാൻഡിൽസ് ഉള്ളത്. ഓക്കെ, സോ നിഫ്റ്റി ഇനീഷ്യലി സ്റ്റാർട്ട് 24,700 സ്റ്റാർട്ട് ചെയ്യുന്നു. 24,820 വരെയൊക്കെ പോയിട്ട് തിരിച്ച് താഴെ വീണ്ടും 24,700 വരുന്നു. പിന്നീട് ഉണ്ടാക്കിയ ഒരു റാലിയാണ്. ഓക്കെ, സോ ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്, ഏത് സൈഡിലാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത്, സെല്ലേഴ്സോ ബയേഴ്സോ ഡൊമിനേറ്റ് ചെയ്യുന്നത്, ആ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ്, ഞാനിപ്പോൾ വീണ്ടും ആൽഫാർക്ക് ഞാൻ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. ആൽഫാർക്കിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം. ഓക്കെ, സോ സീറോയിൽ എബൌട്ടായിട്ട് മാർക്കറ്റ് തുടക്കത്തിൽ വോളിയം കളിക്കുന്നു, കുറേ നേരം കളിക്കുന്നു. ആൻഡ് ബൈ അറൗണ്ട് എത്രയാണ് 946 ആയപ്പോഴത്തേക്കും കൺസിഡറബിൾ ആയിട്ട് താഴേക്ക് ഒരു വോളിയം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, 946. അപ്പോൾ 946-ന് നിഫ്റ്റി എവിടെയാണ് നമുക്ക് നോക്കാം. 946-ന് നിഫ്റ്റി വാസ് അറ്റ് അറൗണ്ട് ഈ ഒരു പൊസിഷനാണ്. 947 നിഫ്റ്റി വാസ് അറൗണ്ട് 24,730, 24,730 ഉള്ളത്. ആൻഡ് നിഫ്റ്റി കുറച്ച് താഴേക്ക് വന്നു. എത്ര വരെ താഴേക്ക് വന്നു? 24,700 വരെ താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ട്രേഡ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ അതൊരു നല്ല ട്രേഡാണോ? അല്ല. അപ്പോൾ ഇവിടെ ഉള്ള അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിനാണ് നമുക്ക് ആൽഫ ആർക്ക് എന്നുള്ളത് ഒരു സ്മൂത്ത്ഡ് വേർഷൻ ഓഫ് ദ ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈനിൻ്റെ ഒരു മൂവിങ് ആവറേജ് നമുക്ക് പറയാം. ഓക്കെ, സോ മൂവിങ് ആവറേജ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ മൂവിങ് ആവറേജിൻ്റെ ഏത് സൈഡിലാണോ നിൽക്കുന്നത് ആ സൈഡിലേക്ക് ജനറലി മാർക്കറ്റ് പോകും. ആൻഡ് ഇഫ് മാർക്കറ്റ് താഴേക്ക് അല്ലെങ്കിൽ വോളിയം താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ ആൽഫ ആർക്ക് മറുവശത്തേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് വെക്കാം, എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 10 മണിയായപ്പോൾ വീണ്ടും നമ്മുടെ ആൽഫാർക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ 10 മണിയാകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ മാക്സിമം എത്രയാണ് 10:05 ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം നമ്മൾ താഴേക്കാണ് മാർക്കറ്റ് പോകുന്നത് പറഞ്ഞിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തെന്നിരിക്കട്ടെ, തിരിച്ച് വോളിയം ആൽഫാർക്കിന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ 10 മണിക്കോ 10:05-നോ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 10 മണി എന്ന് പറയുന്നത് 10 മണിക്ക് മാർക്കറ്റ് ഉള്ളത് നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാമല്ലോ, 24,738 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 10:05 പോട്ടെ, 10:05 ആയിക്കോട്ടെ, 10:05 24,745 ആണ്, 45-46 അപ്പോൾ നിങ്ങൾ 730 ട്രേഡ് എടുത്തു, 35 ഏകദേശം 735 ട്രേഡ് എടുത്തു, 735 തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 745 എക്സിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 3-4 രൂപ, അതിൽ കൂടുതൽ ഒരിക്കലും സംഭവിക്കില്ലല്ലോ ആ സമയത്തിനുള്ളിൽ. കാരണം ട്രേഡ് എടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 4-5 പോയിന്റ്. പോട്ടെ, നിങ്ങൾ 5 പോയിന്റ് തന്നെ വെച്ചോ. അതിനുശേഷം വന്ന ട്രേഡിൻ്റെ ഒരു ബ്യൂട്ടി നോക്കൂ. എറൗണ്ട് 10:08 10:09 ആവുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും ട്രെൻഡ് ലൈൻ ആൽഫാർക്കിന് മുകളിലേക്ക് ഡൈവേർജ് ചെയ്ത് മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ 10:09 നിങ്ങളൊരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ, മറുവശത്തേക്ക് ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ 10:08 10:09 ഇവിടെ 10:09 നിഫ്റ്റി എത്രയാണ്? 24,770 അല്ലേ? 770 അല്ലേ ഉള്ളത്? 770ക്ക് ശേഷം മാർക്കറ്റ് ഏതുവരെ റാലി ചെയ്ത് നോക്കൂ. നമ്മൾ വോളിയം ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ മാത്രം 10:07 എത്ര മണിക്കായിരുന്നു? ഞാൻ തന്നെ മറന്നു. ഓക്കെ, സോ ഇത് 10:10-നാണ്. യെസ്, 10:10 10:09 10:10-ന് ഏകദേശം 24,760 നമുക്ക് കിട്ടിയ ഒരു റാലി 24,930 വരെ. എത്ര? ഏകദേശം 760 നിന്ന് 930 വരെ 170 പോയിന്റ്. വേണ്ട, നിങ്ങൾ 760 മുതൽ നിങ്ങൾക്ക് 900 വരെ റാലി കിട്ടുമായിരുന്നല്ലോ, അല്ലെങ്കിൽ 850 വരെ ഒരു റാലി കിട്ടുമായിരുന്നല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ അത് വോളിയം വെച്ചിട്ട് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. 24,760 ഉള്ളപ്പോൾ 24,800 കോൾ എടുത്താൽ പോലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 50-60 പോയിന്റ് ഒരു റാലി അവിടെ തീർച്ചയായിട്ടും കിട്ടിയായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നത് എത്രയായിരുന്നു? 4 മുതൽ 5 പോയിന്റ് വരെ. അതായത് ആൽഫ ആർക്കിന് ഏത് സൈഡിലാണോ വോളിയം നിൽക്കുന്നത്, ട്രെൻഡ് ലൈൻ നിൽക്കുന്നത്, ആ ഡയറക്ഷനിൽ ട്രേഡ് എടുക്കാം. ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കൂടുതൽ ആംഗിളിലാണ് ഡൈവേർജ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് എടുക്കാം. ആൻഡ് തിരിച്ച് ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു 100% ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ അവൈലബിൾ അല്ല മാർക്കറ്റിൽ. അങ്ങനെ ഒന്നും കിട്ടുകയില്ല, ഒരിക്കലും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആർക്കും ഒരു പണിക്ക് പോകണ്ടല്ലോ, എല്ലാവരും വന്നിട്ട് ഇത് ചെയ്താൽ പോലെ. സോ അങ്ങനെ ഒരു ടൂൾ അവൈലബിൾ അല്ല. പക്ഷേ ഇത് എത്ര എഫക്റ്റീവാണ് നിങ്ങൾ നോക്കൂ.
അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുള്ളത്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആൻഡ് അത് വെച്ചിട്ട് ടെക്നിക്കലി നിങ്ങൾ എന്ത് ടാർഗറ്റ് സെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അതുവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നിങ്ങൾക്ക് വോളിയം പറഞ്ഞു തരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് ഫോർ ജൂൺ 16. അതിനുശേഷം നമുക്ക് 31 ജൂലൈയുടെ ഒരു കേസും കൂടെ എടുക്കാം. 31 ജൂലൈ കഴിഞ്ഞ ദിവസത്തെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. കാരണം മാർക്കറ്റ് 24,630 നിന്ന് 630 ലെവൽസിൽ നിന്ന് ലോവസ്റ്റ് എത്രയാണ്? 24,650 ലെവൽസിൽ നിന്ന് 24,950 ലെവൽസ് വരെ മാർക്കറ്റ് പോയൊരു ദിവസമായിരുന്നു. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വോളിയം വെച്ചിട്ട് അനലൈസ് ചെയ്യൂ. ഇവിടെ വോളിയം സൂം ഔട്ട് ചെയ്യാം. ഇനീഷ്യലി നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ട്രേഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോഴും എത്രയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്? എത്രയാണ്? ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്കൊരു 4-5 പോയിന്റ് അവിടെ വീണ്ടും നഷ്ടപ്പെട്ടു. നമുക്ക് 10:45 ആയപ്പോഴത്തേക്കും നല്ലൊരു ഡൈവേർജൻസ് ഇവിടെ വന്നു എന്ന് നമുക്ക് കാണാം. ഓക്കെ, 10:45 ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ 10:45 നിഫ്റ്റി എത്രയാണ്? 10:45 10:45 10:46 ഇരുന്നോട്ടെ. 24,706 24,700 നിഫ്റ്റി ഉള്ളത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് വീണ്ടും ആൽഫാർക്ക് തട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചോളൂ. 10:58 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്നിരിക്കട്ടെ. 10:58 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെങ്കിൽ എത്രയാണ്? 24,700 അല്ലേ? നമ്മൾ ട്രേഡ് എടുത്ത് എത്രയാണ്? 24,700. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന എത്രയാണ്? 24,700. നോ ലോസ് നോ പ്രോഫിറ്റിൽ നമ്മൾ ആൽഫാർക്ക് തട്ടുന്നു എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് അതിന് ശേഷം വീണ്ടും ട്രേഡ് ഉണ്ടെന്നേ. നമുക്ക് നല്ല ട്രേഡുകൾ അതിനുശേഷം വീണ്ടും കിടക്കുകയല്ലേ. 11 മണി 11:01 11:02 എല്ലാം നല്ല നല്ല ട്രേഡുകൾ കിടക്കുന്നു. 11:01 നമ്മൾ എടുത്തിരുന്നെങ്കിൽ 24,745 അല്ലെ 740 റേഞ്ചിൽ ആൻഡ് ക്ലോസ് ചെയ്യുന്നത് 24,770. അപ്പം തന്നെ ഒരു 30 പോയിന്റ് എന്തായാലും അവിടെ കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇനിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. 12:08 12:07 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ താഴേക്ക് നിങ്ങൾക്ക് പരിഗണിക്കാമായിരുന്നു. കാരണം മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പലരും പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കോൾ ഷോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്നിരുന്നു. പക്ഷേ 12:08 12:09 ആകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ സെൻസ് വോളിയം എന്ത് ചെയ്തു നമുക്ക് നോക്കാം. ഓക്കെ, സോ 12:08 12:09 ആകുമ്പോഴത്തേക്കും 12:07 12:08 ഇത് നിങ്ങൾ നോക്കുക. ഈ ആൽഫ ആർക്കിന് താഴെ വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതൊരു പ്രീവിയസ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൺസിഡറബിൾ ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളോട് പുട്ട് ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? വലിയ വോളിയം ഇല്ലാതെയാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവും. അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം ഇല്ലാതെ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് കാര്യമില്ല. അത് ചുമ്മാ ക്ലയൻസ് അവിടെ എവിടെയും കിടന്നിട്ട് വെറുതെ എന്തെങ്കിലും അവരുടെ സ്പെക്കുലേഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വോളിയം ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ അങ്ങനെ ട്രേഡ് ഒഴിവാക്കാമായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടം ഒഴിവാക്കാമായിരുന്നു അവിടെ. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ല ട്രേഡുകൾ എടുക്കാമായിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ഡേയുടെ അവസാനം ആകുമ്പോഴത്തേക്കും 14:26-25 വരുമ്പോഴത്തേക്കും, അതായത് ഉച്ചയ്ക്ക് 2:25 വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ട്രേഡ് എടുക്കാമായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പോയി നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ന്യൂമറസ് ഡേയ്സ് വെച്ചിട്ട് ഞാൻ ഓരോ മാസത്തെയും ഓരോ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഡേയ്സിലെ നല്ല നല്ല ട്രേഡുകൾ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ചെറിയ സ്റ്റോപ്പ് ലോസുകൾ എവിടെ വെക്കാമായിരുന്നു എന്ന് കൃത്യമായിട്ട് വോളിയം നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് വോളിയം ഇതിൻ്റെ പവർ. സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ് മേക്സ് സോ മച്ച് സെൻസ്. കാരണം വോളിയം എവിടെയാണോ, അതായത് എവിടെയാണോ ബയേഴ്സ് എവിടെയാണോ സെല്ലേഴ്സ് നിൽക്കുന്നത് അതിനനുസരിച്ചാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അത് നമ്മൾ റീറ്റെയിലേഴ്സ് ഒരിക്കലും മനസ്സിലാക്കാതെ പോകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഈ വോളിയത്തിൻ്റെ പവർ. അപ്പോൾ തീർച്ചയായിട്ടും വോളിയം വെച്ചിട്ട് നല്ല നല്ല ട്രേഡുകൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. 915 ട്രേഡിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഈ കൂപ്പൺ കോഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂപ്പൺ കോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കും ഐ തിങ്ക് അറൗണ്ട് 15% ഓഫ് വരുന്നുണ്ട് ഒരു മാസത്തെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമായിരുന്നു, മുന്നത്തെ ദിവസങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള നിഫ്റ്റി ഡേയ്സിൽ എങ്ങനെ നല്ല ട്രേഡുകൾ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആവശ്യമില്ലാത്ത നിങ്ങൾ നഷ്ടമുണ്ടാക്കിയ ട്രേഡുകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫോളോ ചെയ്യാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Till we meet again in the next video, goodbye, Jai Hind and bye-bye.